കേരളക്കരയിൽ മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച് ഇന്നിവിടെ പട്ലയിൽ വരെ എത്തി നിൽക്കുന്ന, കാസർഗോഡ് വരെ എത്തി നിൽക്കുന്ന ഞങ്ങളുടെ ആദർശ സമ്മേളനം തുടങ്ങാനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? കൊറോണ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ ആർമാദിക്കുകയായിരുന്നു. മടവൂരിൻ്റെ കറാമത്തുകൾ തള്ളിക്കൊണ്ട് ലോകം മുഴുവൻ അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. മൂപ്പരൊന്ന് കണ്ണു ചിമ്മിയാൽ ഫ്ലൈറ്റൊക്കെ കൂട്ടിമുട്ടും. ആകാശ ലോകത്തുകൂടെ പറക്കുന്ന എല്ലാ ഫ്ലൈറ്റുകളും ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ തീവണ്ടികളും മടവൂരിൽ കടന്ന് മൂപ്പരാ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാം മൂപ്പരാണ്. എല്ലാം എവിടെ വിളിച്ചാലും മൂപ്പരെത്തും. എപ്പോൾ വിളിച്ചാലും പാഞ്ഞെത്തും. ഒരു ഉപ്പയെപ്പോലെ ജ്യേഷ്ഠനെ പോലെ ഓടിയെത്തും മടവൂര് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആയിരക്കണക്കിന് അനിസ്ലാമികമായ കാര്യങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിച്ചത്. ഞങ്ങൾക്ക് ആ സമൂഹത്തോട് ബാധ്യതയുണ്ടായിരുന്നു. മലപ്പുറത്ത് വെച്ച് ഞങ്ങൾ ആരംഭിച്ചു. ഈ മടവൂരിൻ്റെ ദർഗയുള്ള മടവൂരിലും പോയി പ്രസംഗിച്ചു, പലയിടത്തും പ്രസംഗിച്ചു. നിങ്ങൾ നോക്ക്, നിങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? നിങ്ങളൊക്കെ ആകെ പോയിലെ മുജാഹിദീങ്ങളേന്ന്. നിങ്ങൾക്കിടയിൽ വരെ പിളർപ്പുണ്ടാക്കാൻ ഞങ്ങളുടെ ഈ ആദർശ പടയോട്ടം കാരണമായിട്ടില്ലേ? പേരോട് മുസ്ലിയാരും കുരുവട്ടൂരിയൻ സമസ്തയും ഒരേ ശ്രേണിയിലാണോ മടവൂരിൻ്റെ കാര്യത്തിൽ? അല്ല. കാരണം കുരുവട്ടൂർ സമസ്തക്കാരൻ പറയുന്നത് ആലം 18,000 മുഴുവനും നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് മടവൂരെന്നാണ്. എല്ലാം മൂപ്പരാണ് നിയന്ത്രിക്കുന്നത്. മരിക്കുന്ന നേരത്തും മൂപ്പരെ വിളിച്ചോ, മൂപ്പരേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ പേരോട് മുസ്ലിയാർക്ക് സഹിക്കുന്നില്ല. നാദാപുരം എഫക്റ്റ്. നാദാപുരത്ത് നിന്ന് പഠിച്ച ചില ശകലങ്ങൾ അവിടെ ഇവിടെയായി കിടപ്പുണ്ട്. നല്ലതാ ശരിയാവും പ്രതീക്ഷ ഉണ്ട്. മൂപ്പര് പറയണ് അങ്ങനെ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യാനൊന്നും പറഞ്ഞാൽ അത് ശുർക്കാവും, അത് തെറ്റാവും. അങ്ങനെ മുഴുവനൊന്നും പറയാൻ പാടില്ല. ഒരു കോഴിക്കോട് ജില്ല, ഒരു നരിക്കുനി മണ്ഡലം, ഇതൊക്കെയാണെങ്കിൽ തകരാറില്ല എന്നുള്ളടത്താണ് മൂപ്പര് നിൽക്കുന്നത്. അല്ല, മുദബ്ബിറുൽ ആലം തന്നെയാണ്, കുത്തുബുൽ ആലം തന്നെയാണ് എന്ന് കാന്തപുരം ഉസ്താദ് പറയുന്നു. അഹ്സനി എന്ന് പറയുന്ന വ്യക്തി പറയുന്നു. പേരോടിന് അതിനോട് യോജിപ്പില്ല. പറ മുസ്ലിയാക്കളെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്റ്റേജുകളിലും സോഷ്യൽ മീഡിയകളിലും ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇന്ന് ഒരു ചേരിയിലല്ല മടവൂരിൻ്റെ കാര്യത്തിൽ. അതാ അവസാനം ഒരു ചങ്ങാതി ക്യാമറയും മൈക്കുമായി കൊണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഒരു മുസ്ലിയാർ, അയാളുടെ പണി എന്താ? മടവൂരിൻ്റെ കറാമത്തുകൾ ഓരോരുത്തരെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിക്കുക. അങ്ങനെ ഒരാളെ ചെല്ലും, അയാളെടുത്ത് ഇങ്ങനെ കസേരട്ടറി ഇൻ്റർവ്യൂ നടത്തും. അപ്പോൾ അയാളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കും. അങ്ങനെ ഓരോരുത്തരിരുന്ന് അങ്ങനെ തള്ളും. എനിക്ക് നല്ല ബന്ധമായിരുന്നു, എനിക്ക് ഇന്ന കറാമത്ത് പരിചയമുണ്ട്. അങ്ങനെ ഇങ്ങനെ തള്ളി അയാളൊരു ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങി നോക്കുമ്പോൾ അതാ ഈ നഴീമിക്ക് അതിനോട് യോജിപ്പില്ല. ഫാറൂഖ് നഴീമി എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട് കൊല്ലം ജില്ലയിൽ, അങ്ങോട്ട് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ. അയാൾ പറയുന്നു അയാളുടെ ആ സമസ്തക്ക് അതിനോട് യോജിപ്പില്ല. അപ്പം സമസ്ത എത്രനായി? കാഫില സമസ്ത, മടവൂരി സമസ്ത, 18,000 ലോകം അംഗീകരിക്കുന്ന സമസ്ത അല്ല, ഒരു ഏതാണ്ട് ജില്ലയിലൊക്കെയാണ് പറഞ്ഞാൽ അംഗീകരിക്കുന്ന സമസ്ത. മടവൂരിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ എത്ര പൊട്ടിപ്പൊളിഞ്ഞു. ഇതാ ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണ് ഈ പറയുന്നത്. തീർന്നില്ല. ഫാറൂഖ് നഴീമി ആ ഇൻ്റർവ്യൂ നടത്തുന്ന മുസ്ലിയാരോട് പറഞ്ഞിട്ടുണ്ട്, ഈ പണി നിങ്ങൾ നിർത്തിവെക്കണം. നിങ്ങൾ ഇനി മടവൂര് കാഫില എന്നുള്ള പേരിൽ മടവൂരിൻ്റെ മദ്ഹ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വേദിയിൽ വെച്ച് ഞാൻ നിങ്ങളെ തോലി ഉരിച്ച് കാണിച്ചുകൊണ്ട് പറയും, ഇയാളും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുമെന്ന് ഫാറൂഖ് നഴീമി പറഞ്ഞത് നിഷേധിക്കാൻ സാധിക്കുമോ? ഫൈസിമാരെ, സഖാഫിമാരെ, നഴീമിമാരെ, നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ പൊട്ടിപ്പിളർന്നു. മടവൂരിൻ്റെ കറാമത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കസേരയിലിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പലതായി. ഇപ്പം അവസാനമതാ ആദ്യൊരു ഫാറൂഖ് നഴീമിയെ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പം ഇതാ സ്ക്രീനിൽ നോക്ക്. എന്ത്? ആലപ്പുഴ ജില്ല സമസ്ത തന്നെ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു. മടവൂർ കാഫില നടത്തുന്നയാളുമായി സമസ്തക്ക് ബന്ധമില്ല. വായിച്ചു നോക്ക്.
വായിച്ചു നോക്കതിൽ, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എന്താണതിൽ പറയുന്നത് എന്ന് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ല വലിയ അക്ഷരത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ പറ്റുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണതിൽ ഹെഡിങ് തന്നെ? എന്താ? മടവൂർ കാഫിലയുമായി ബന്ധമില്ല സമസ്ത. സ്ക്രീനിൽ കാണില്ലേ? മടവൂർ കാഫിലയുമായി ബന്ധമില്ല സമസ്ത. ആലപ്പുഴ മടവൂർ കാഫില എന്ന പേരിലുള്ള ചാനലുമായോ അതിന് നേതൃത്വം നൽകുന്ന സിറാജുദ്ദീൻ ലത്തീഫിയുടെ പ്രവർത്തനവുമായോ ജമിയത്തുൽ ഉലമ ജില്ലാ ഘടകത്തിനോ കീഴ്ഘടകങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ലെന്ന് സമസ്ത ജില്ലാ മുശാവറ അറിയിച്ചു. കണ്ടോ? സമസ്ത ജില്ലാ മുശാവറ അറിയിച്ചു. SYS യൂത്ത് പാർലമെന്റുമായി എല്ലാവരും സഹകരിക്കണമെന്നും മുശാവറ ആവശ്യപ്പെട്ടു. സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ, ത്വാഹ മുസ്ലിയാരി, PK മുഹമ്മദ് ബാദ്ഷാ സഖാഫി സംബന്ധിച്ചു. നിങ്ങളുടെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. ഏതാ 2 ദിവസങ്ങൾക്ക് മുമ്പ്. ചൂടാറാത്ത വാർത്തയാണ്. എന്തേ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ പറ ഈ സമൂഹത്തോട്. നിങ്ങൾ പറ, എന്താണ് ആ പാവം സിറാജുദ്ദീൻ ലത്തീഫിക്കുള്ള തെറ്റെന്താണ്? അയാൾ ആളുകളെ കൊണ്ട് ഓരോ കറാമത്തുകൾ ഓരോരുത്തരെ സമീപിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഏതിനോടാ നിങ്ങൾക്ക് യോജിപ്പില്ലാത്തത്? നിങ്ങൾക്ക് യോജിപ്പില്ലാത്ത കറാമത്തിൻ്റെ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കാമോ? അതിൻ്റെ കാരണവും ഒന്ന് പ്രസിദ്ധീകരിക്ക്. അവിടെ കാണാം നിങ്ങളുടെ കാൽ മുട്ടിടിക്കുന്നത് അവിടെ കാണാം. കാരണം നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. ഇത് കേവലം ഗ്രൂപ്പിസമാണ്. ഇത് കേവലം ഗ്രൂപ്പിസമാണ്. നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് വന്നപ്പോൾ നിങ്ങൾ ആ മുസ്ലിയാരെ നിങ്ങൾ തള്ളിപ്പറയുകയാണല്ലേ. അതുകൊണ്ടാ പറയുന്നത്, ആദർശ രംഗത്തിതാ ചോർച്ച നിങ്ങളിൽ പറ്റിക്കഴിഞ്ഞു. എന്തേ കാരണം എന്നറിയോ? നിങ്ങൾ നശിച്ചു, പൊട്ടി, പാളീസായി എന്നൊക്കെ പറഞ്ഞ ഈ മുജാഹിദുകളുണ്ടല്ലോ, ഈ പാവങ്ങളായ ഞങ്ങളിവിടെ ഉണ്ടേ, നിങ്ങൾ അങ്ങനെയാണ് സമാധാനിക്കാനൊക്കെ വരട്ടെ. അറബിക്കടലിലൊക്കെ തള്ളി ഞങ്ങളിവിടെ ശുചീകരണം നടത്തി എന്നൊക്കെ കടപ്പുറത്തെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ, സമാധാനത്തിനതൊക്കെ നല്ലതാ നിങ്ങൾക്ക്. പക്ഷേ വസ്തുത അതിൽ നിന്ന് നേരെ ഭിന്നമാണ്. അതിൻ്റെ ജീവിക്കുന്ന തെളിവ് അതൊക്കെ. ഇല്ലെങ്കിൽ അല്ലാന്ന് പറ.